വെൽക്കം ബാക്ക്. അപ്പോൾ സ്വീഡനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിന്റെ ബാലൻസ് വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അപ്പം കൂടുതൽ ചിന്തിക്കില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് സംസാരിക്കാൻ പോകുന്നത് ജോബ്സിനെ കുറിച്ചാണ്. മോസ്റ്റ്ലി പാർട്ട് ടൈം ജോബ്സ് ആൻഡ് പ്രൊഫഷണൽ ജോബ്സ്. അതിനെക്കുറിച്ചൊന്ന് പെട്ടെന്ന് സംസാരിക്കാമെന്ന് കരുതി. ഞാൻ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഹാംസ്റ്റഡ് ഇവിടെ അടുത്തുള്ള പാർട്ട് ടൈംസിനെ കുറിച്ചും ഇവിടെ ആൾക്കാർ ഇപ്പോൾ കറന്റ്ലി നമ്മൾ എങ്ങനെയാണ് പാർട്ട് ടൈംസ് ഒക്കെ നോക്കുന്നത് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാംസ്റ്റഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സിറ്റിയാണ്. ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ നല്ല ടഫാണ്. ഇവിടെ കുറച്ച് കടകളും ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ പാർട്ട് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് റിയലി ടഫാണ്. ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ ചെയ്യുന്നത് ഗോതൻബർഗ് പോകും. ഗോതൻബർഗിലായിരിക്കും അവർ പാർട്ട് ടൈം ചെയ്യുക. ഇവിടെ അത്യാവശ്യം ഒരുപാട് മലയാളീസ് ഉണ്ട്. അതിനകത്ത് കുറേ ആൾക്കാർ അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഹാംസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാർട്ട് ടൈം ഉണ്ട്. ബട്ട് നമ്മൾ ലക്കി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. ആൻഡ് വിന്റർ ടൈമിലൊക്കെ ആണെങ്കിലും ഭയങ്കര കുറവാണ്. പിന്നെ സമ്മർ ജോബ്സ് ആയിരിക്കും വരിക. സമ്മർ ജോബ്സ് ഒക്കെ തിലോസാൻഡിലും പിന്നെ അല്ലാതെ ഇവിടെ എല്ലാവരും വെളിയിൽ ഇറങ്ങുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വരും. ബട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. സോ ഐ റെക്കമെൻഡ് ലൈക്ക് നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻസ് വന്ന് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാംസ്റ്ററിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഗോതൻബർഗിലായിരിക്കും ഇതുപോലെ ജോബ് കിട്ടുന്നത്. അതുപോലെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഹാംസ്റ്ററിൽ പഠിക്കുന്ന ആൾക്കാർ തന്നെ കുറേ പേര് ഗോതൻബർഗിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്ലാസ് ഉള്ള ടൈമിൽ അവർ വന്നു പോവുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇവിടെ ജോബിന് ഓപ്പർച്യൂണിറ്റീസ് ഗോതൻബർഗിലായിരിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗോതൻബർഗിലും കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. എനിക്കത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അവിടേക്ക് അപ്ലൈ ചെയ്തേനെ. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാനത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ കുറേ ഏജൻസീസിൻ്റെ അവർക്ക് ആ ഒരു യൂണിവേഴ്സിറ്റീസായിട്ടും ടൈപ്പും കാണില്ല. നമുക്ക് ഏജൻസീസ് ആ കോളേജസിനെ കുറിച്ച് പറഞ്ഞു തരത്തില്ല. സോ സ്റ്റോക്ക്ഹോമിലും ഗോതൻബർഗിലും ഒക്കെ നല്ല അടിപൊളി യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. അവിടെ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അവിടെ നമുക്ക് പാർട്ട് ടൈമും കിട്ടും, നമുക്ക് നമ്മുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് എംബഡഡ് ആൻഡ് ഇൻ്റലിജൻസ് സിസ്റ്റമാണ്. ദിസ് ഈസ് റിയലി ടഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ട് ടൈം പോകാൻ പറ്റുന്നില്ല. നമുക്ക് എല്ലാത്തിനും റിട്ടേൺ എക്സാംസും അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും ലാബ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അതുപോലെ തന്നെയാണ് IT എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ ഉണ്ട്. അത് നല്ല റിയലി ടഫ് കോഴ്സസ് ആണ് ഈ രണ്ട് കോഴ്സസ്. പിന്നെ വേറെ കുറച്ച് കോഴ്സസ് ഉണ്ട്, ലൈക്ക് 2 year കോഴ്സസ് വിച്ച് ഈസ് കമ്പാരിറ്റീവ്ലി ഈ രണ്ട് കോഴ്സസിനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഒരു കോഴ്സസിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഗോ ഫോർ എ പാർട്ട് ടൈം. കുറച്ചുകൂടെ സമയം കിട്ടും പോകാനൊക്കെ ആയിട്ട്. ബട്ട് ഇവിടെ കിട്ടുക എന്നുള്ളതിൻ്റെ പോസിബിലിറ്റീസ് ഭയങ്കര കുറവാണ്. കാരണം അതൊരു ചെറിയ സിറ്റിയാണ്. അതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ബട്ട് ലക്ലി നമുക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടാറും ഉണ്ട് കേട്ടോ. ഇവിടെ പാർട്ട് ടൈം കിട്ടുന്നവരും ഉണ്ട്. ബട്ട് ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാംസ്റ്റഡിൽ നമ്മളെ പോലെ മലയാളീസ്, ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്ന ആൾക്കാർ ഇപ്പോഴും പാർട്ട് ടൈം കിട്ടാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ജോബ് സെർച്ചിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെയൊന്നും ഹാംസ്റ്റഡിലെ ഈ ഒരു ഇവിടം വെച്ച് നമുക്ക് എല്ലാവർക്കും ജോബ്സ് ഇവിടെ കിട്ടിയിട്ടില്ല. ആൻഡ് കമ്മിങ് ടു പ്രൊഫഷണൽ ജോബ്സ്, ഏജൻസി പറയും നമ്മളുടെ അടുത്ത് നമുക്ക് സ്വീഡനിൽ സുഖമായിട്ട് പോകാം. ബിക്കോസ് സ്വീഡിഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ അറിയണ്ട. നമുക്ക് സ്റ്റഡീസിന് നമുക്ക് സ്വീഡിഷ് വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് മാത്രം മതി. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഷോപ്പിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഈസിലി ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് യൂസ് ചെയ്ത്. ബട്ട് ഒരു പ്രൊഫഷണൽ ജോലിക്കും അറ്റ്ലീസ്റ്റ് ഇവൻ ഒരു ചെറിയ പാർട്ട് ടൈം ജോലിക്ക് വരെ ഇവർ സ്വീഡിഷ് ചോദിക്കാറുണ്ട്. അതൊരു മെയിൻ കാര്യമാണ് കേട്ടോ. ചില ലൈക്ക് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ അല്ലാതെ നമ്മളിപ്പം ചില കടയിലൊക്കെ നിൽക്കാനൊക്കെ പോകാനായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ മെയിൻലി ചോദിക്കുന്നത് ഡിഡ് യു നോ സ്വീഡിഷ് എന്നായിരിക്കും. സ്വീഡിഷ് അറിയാവോ? കാരണം അവരുടെ കസ്റ്റമേഴ്സ് കൂടുതൽ സ്വീഡിഷുകാരാണല്ലോ.
അപ്പം അവരവിടെ ചോദിക്കാറുണ്ട്. ആൻഡ് പ്രൊഫഷണൽ ജോബ്സിലോട്ട് വരുമ്പോൾ പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ ഭയങ്കര കമ്പൽസറി ആയിട്ട് മാറിയിരിക്കുകയാണ് സ്വീഡിഷ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് നമ്മളുടെ കൂടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്ക് ഒരു പ്രൊഫഷണൽ ജോലിയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്വീഡിഷ് എന്ന ഭാഷ അറിഞ്ഞിരിക്കണം. ഒരു 2 years മുന്നേ ഉള്ള കേസസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് സ്വീഡിഷ് അറിയാതെ കുറേ പേർക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ബട്ട് നൗ ഇപ്പോൾ കുറേ റൂൾസ് മാറിയിട്ടുണ്ട്, പഴയ റൂൾസ് ഒന്നും അല്ല ഇപ്പോൾ. അതുകൊണ്ട് സ്വീഡിഷ് ഇസ് മസ്റ്റ് എന്ന് പറയാമല്ലോ. ചെറിയൊരു ഹോപ്പെങ്കിലും IT കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇപ്പം IT ഫീൽഡിലുള്ള എല്ലാ കമ്പനീസും അവരും സ്വീഡിഷിനെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു 2 years മുന്നേ ഇത്രയും പിടുത്തമോ അല്ലെങ്കിൽ സ്വീഡിഷ് അറിയണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. പക്ഷേ അറ്റ് പ്രസന്റ് കേസ് ഇതല്ല. എല്ലാവർക്കും സ്വീഡിഷ് അറിഞ്ഞിരിക്കണം ഒരു പ്രൊഫഷണൽ ജോലിയിലേക്ക് കടക്കാനായിട്ട്. സോ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ആദ്യം തന്നെ ചെയ്യുന്നത് സ്വീഡിഷ് പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. SFE എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ അത് നടത്തുന്നതാണ്, ഗവൺമെന്റിന്റെ വകയാണ്. അവിടെ നമുക്ക് സ്വീഡിഷ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പം അതൊക്കെ പഠിച്ച് നമുക്ക് സ്വീഡിഷിൽ അത്യാവശ്യം വർത്താനം പറയുന്നതും പിന്നെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കേസൊക്കെ എത്തുമ്പോഴത്തേക്കും ഷുവറായിട്ട് നമുക്ക് ജോബിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് ജോബിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ബട്ട് അതും അഷ്വേർഡ് അല്ല, പഴയ പോലെ അല്ല ഇപ്പോഴത്തെ റൂൾസ് ഒക്കെ. ബട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വന്ന ഉടനെ ജോലി, വന്ന ഉടനെ പാർട്ട് ടൈം, ആരും അത് പ്രതീക്ഷിക്കേണ്ട. അതിപ്പോൾ കാനഡയിലും UK എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സ്വീഡനിലും പറയാനുള്ളത്. വന്ന ഉടനെ കിട്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ കോഴ്സ് എംബഡഡിലേക്ക് IT-ലേക്കൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഹസ്ബൻഡിന് മേ ബി നമുക്കൊരു പാർട്ട് ടൈം കിട്ടി പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ സ്റ്റുഡൻ്റായ നമ്മുടെ കേസിൽ പാർട്ട് ടൈം നമുക്ക് പോകാനായിട്ട് ഒരു എൻ്റെയൊക്കെ കേസിൽ എനിക്കൊട്ടും പറ്റത്തില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആർക്കും പാർട്ട് ടൈം പോകാൻ പറ്റുന്നില്ല. അത്രയും ഡിഫിക്കൽട്ട് കോഴ്സാണ്. പിന്നെ ഇപ്പം പാർട്ട്ണർ ഇല്ല, ഒറ്റയ്ക്കാണ് വരുന്നത്, ഒറ്റയ്ക്ക് സിംഗിളായിട്ടുള്ള ഒരാളാണ് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 4 സെമ്മിലെ ഫീസ് കരുതിക്കൊള്ളുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്ന് നമ്മൾ പാർട്ട് ടൈം ചെയ്ത് ഈ പഠിത്തത്തിലൂടെ പാർട്ട് ടൈം ചെയ്ത് അത് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. നമുക്ക് ചെയ്യാൻ പറ്റും, ബട്ട് മേ ബി നമ്മൾ വന്നപ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ ചെയ്താൽ നമുക്ക് മേ ബി ലാസ്റ്റ് 2 സെമ്മിലേക്ക് മേ ബി അല്ലെങ്കിൽ 1 സെമ്മിലേക്കൊക്കെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. ബട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ആ ഒരു 4 സെമ്മിൻ്റെ ക്യാഷ് കയ്യിൽ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്വീഡനിലെ കറണ്ട്. സ്വീഡൻ എന്ന് പറയത്തില്ല, എനിക്ക് സ്വീഡനിലെ ബാക്കിയുള്ളിടത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളോ അറിയത്തില്ല. ബട്ട് ഹാംസ്റ്റർഡിലെ കറന്റ്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതാണ്. അതിനെ ഇടയ്ക്കിടെ കുറേ ഇടത്തൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഈ നമ്മളുടെ ഏജൻസീസ് നമുക്ക് കുറച്ച് ബഞ്ച് ഓഫ് യൂണിവേഴ്സിറ്റീസ് തരും. അതല്ലാതെ നമുക്ക് അടിപൊളി യൂണിവേഴ്സിറ്റീസ് വേറെ ഇവിടെയുണ്ട്, ലൈക്ക് ഗോതംബർഗിലും സ്റ്റോക്ക്ഹോമിലൊക്കെ. അത് കമ്പാരിറ്റീവ്ലി അല്ലെ ഹാംസ്റ്റർഡിനേക്കാളും വലിയ സിറ്റീസ് ആണ്. സ്റ്റോക്ക്ഹോമാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ആൻഡ് ഗോതംബർഗ് ആണ് ഇവിടുത്തെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ നമ്മുടെ സ്വീഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ ബെറ്റർ ആണ്, കുറച്ചും കൂടെ നല്ല ബെറ്റർ ആണ്, ഫാർ ബെറ്റർ ആയിരിക്കും. കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ലക്ക് തന്നെയായിരിക്കും, പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ്. ആൻഡ് അവിടെയൊക്കെ നല്ല അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഓപ്ഷണലാണ്. പിന്നെ അവിടെ താമസിക്കുമ്പോൾ ഹാംസ്റ്റർഡിനെക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, ലൈക്ക് നമുക്ക് റെൻ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് ഈസിലി യു ക്യാൻ ഗെറ്റ് എ പാർട്ട് ടൈം, അങ്ങനെ ഞാൻ പറയും. പിന്നെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വീഡനിലെ ഈ ഒരു 2 years മുന്നേയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം. മെയിനായിട്ടും വർക്ക് പെർമിറ്റിനേക്ക് നേരത്തെ ഒരു 13,000 ക്രോൺസ് മതിയായിരുന്നു. ഇപ്പോൾ അതൊരു 28,000 അടുത്തുള്ള ക്രോൺസിലേക്ക് അത് മാറിയിട്ടുണ്ട്. പിന്നെ സിറ്റിസൺഷിപ്പിനേക്കൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇടയിൽ പണ്ട് 5 years മതിയായിരുന്നു, അതിപ്പോൾ 8 years ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് യൂറോപ്പിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ റൂൾസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയായിരിക്കും റീസൺസ് ഒക്കെ. അത് തന്നെയാണ് ഇവിടെ സ്വീഡനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റൂൾസ് ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ്, ലൈക്ക് ഡേ ബൈ ഡേ ഓരോ റൂൾസും മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആൻഡ് ഒരു 2 years മുന്നേ വന്ന ആൾക്കാർക്ക് ഇവിടെ ഈസിലി കുറച്ചും കൂടെ ജോബ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഐ തിങ്ക്. അപ്പോൾ നമ്മുടെ സ്വീഡനിൽ വന്നിരുന്ന കുറെ മലയാളീസ് ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു നോർത്ത് വോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ആ 2 yearsലൊക്കെ മുന്നേ വന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും തന്നെ അവിടെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈയിടെ ആ ഒരു കമ്പനി ലേ ഓഫ് നടത്തി ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. സോ നമുക്ക് കിട്ടേണ്ട ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു ഹോപ്പ് ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ കമ്പനീസും ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് വർക്ക് പെർമിറ്റ് കിട്ടാനും എല്ലാത്തിനും ഇപ്പം നല്ല ടഫാണ്. ബട്ട് എല്ലാം അറിഞ്ഞു വെച്ച് ആ ഒരു ഹാർഡ് വർക്കിലൂടെ നമുക്ക് സക്സസിൽ എത്താൻ പറ്റുന്നതും ഒരു വലിയ ഫാക്റ്റാണ് കേട്ടോ. ഇഫ് യു ആർ റെഡി ടു ടേക്ക് എ റിസ്ക് ആൻഡ് അത് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സ്വീഡിഷ് പഠിച്ച് ആ ഒരു എയിമിലെത്താൻ സാധിക്കും എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യു ക്യാൻ കം ആൻഡ് യു വിൽ ഫൈൻഡ് എ ജോബ്. അത് നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ജോലിയിലോട്ട് കിടക്കുക അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം കിട്ടാം എന്നുള്ള ഒരു ധാരണയും വേണ്ട. റൂൾസ് ആർ ഗെറ്റിംഗ് ടഫർ ആൻഡ് ടഫർ ഡേ. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, നാട്ടിലെ ഏജൻസി പറയും ഇവിടെ സ്റ്റുഡൻസിന് നമുക്ക് അടിപൊളി എത്ര നേരം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ബട്ട് നമ്മുടെ കോഴ്സസ് ഓൾ ഓവർ സ്വീഡൻ എഡ്യൂക്കേഷൻ കുറച്ച് ടഫാണ്. അതിപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും അത്യാവശ്യം ടഫ്നെസ് ഉള്ള കോഴ്സസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കോഴ്സസ് നല്ല ടഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മണിക്കൂറുകളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി കുറച്ച് ഹാർഡറായിട്ടുള്ള കോഴ്സസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. പിന്നെ പക്ഷേ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ആണ് അവർക്കുള്ളത്. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സ്വീഡനിലെ വേറെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ സെമ്മിലെ ഫീസ് മാത്രം അടച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ ഷോ മണി ആയിട്ട് കാണിക്കുന്നത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മുടെ വിസയൊക്കെ വന്നു കഴിഞ്ഞ്. ബട്ട് ഫോർ സേഫർ സൈഡ് ഞങ്ങളാരും എടുത്തിട്ടില്ലായിരുന്നു. ബട്ട് അതിനകത്ത് ജസ്റ്റ് ഇപ്പൊ രണ്ടുപേരും കൂടെ വരുമ്പോൾ നമുക്ക് 18 lakhs rupees ആണ് കാണിക്കേണ്ടത്. അതിനകത്ത് 1 or 2 lakhs ഒക്കെ നമുക്ക് എടുക്കും. ബട്ട് നമ്മളൊരു ഫുൾ എമൗണ്ട് ഒരിക്കലും വിഡ്രോ ചെയ്യുന്നതിന് അതിപ്പം ഏതൊരു സിറ്റുവേഷൻ വന്ന് അവർ പിന്നെ നമ്മളുടെ അക്കൗണ്ട് വിസ വന്നു കഴിഞ്ഞിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പണി കിട്ടാൻ ചാൻസസ് ഒക്കെ കാണും. അപ്പം ഫുൾ എമൗണ്ട് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് കുഴപ്പമില്ല, അപ്പം ആരും നോക്കാറില്ല. ബട്ട് നമ്മൾ പിന്നെ നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു എമൗണ്ട് കാണിക്കണം. അങ്ങനെ ലൈക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു വർക്ക് പെർമിറ്റ്, പെർമനന്റ് വർക്ക് പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു എമൗണ്ട് കാണിക്കേണ്ട. പക്ഷേ ആ ഒരു 1 yearനുള്ളിൽ നമുക്ക് ഈ ഒരു പെർമനന്റ് വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ള പോസിബിലിറ്റി ഇവിടെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു കാര്യമാണ്. പിന്നെന്താ, പിന്നെ ഹാംസ്റ്റഡിനെ കുറിച്ച് പറയാനുള്ളതിൽ നിങ്ങളിപ്പോൾ ഹാംസ്റ്റഡിൽ അഡ്മിഷൻ എടുത്തു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻസ് സെർച്ച് ചെയ്യുന്നതായിരിക്കും. അതിനകത്തൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് HFAB എന്ന് പറയുന്നതായിരിക്കും. സോ HFAB എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിടാം. സോ അതൊരു പോയിന്റ്, നമ്മൾ എന്ന് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തൊട്ട് നമുക്ക് ഓരോരോ പോയിന്റ്സ് ആഡ് ചെയ്യും. ആ പോയിന്റ്സ് അനുസരിച്ചായിരിക്കും നമുക്ക് ഇവിടെ അക്കോമഡേഷൻസ് കിട്ടുക. ഇന്ന് സ്റ്റുഡന്റ് അക്കോമഡേഷൻസ് ഉണ്ട്. ഞാനിവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് അക്കോമഡേഷനിലാണ്. അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ നിൽക്കാൻ പറ്റും. ഭയങ്കര ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, അത്രയും ചെറുതാണ്. പക്ഷെ നമ്മളിവിടെ വന്നത് ഒരുപാട് അടിച്ചു വിളിക്കാനൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ചെറിയൊരു സംഭവം മതി. ഇപ്പൊ തൽക്കാലം നിൽക്കാനായിട്ട് നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഇവിടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഈ ഒരു അക്കോമഡേഷൻ ആണ് ഞാൻ അന്വേഷിച്ചതിൽ വെച്ച് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് സിംഗിൾ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ HFAB നമ്മളിപ്പോ കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്കും സെപ്പറേറ്റ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഹാംസ്റ്റഡിൽ നിൽക്കാൻ പറ്റുന്നത് HFAB ആയിരിക്കും കേട്ടോ. അതൊരു പോയിന്റാണ്. പിന്നെ ഐ തിങ്ക് ഞാൻ എല്ലാം കവർ ചെയ്ത് പോയി. ജസ്റ്റ് ഒരു അക്കോമഡേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാംസ്റ്റഡിലെ കറന്റ് സിറ്റുവേഷൻ പറഞ്ഞു. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പാർട്ട് ടൈം
ഇതെല്ലാം ഞാൻ കവർ ചെയ്തു, എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഔട്ട് ചെയ്യുക. എന്തിനേലും കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. പിന്നെ കോഴ്സസ് റിലേറ്റഡ്, മോസ്റ്റ്ലി എംബഡഡ് IT കോഴ്സസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കോഴ്സസിനെ കുറിച്ച് വല്ല അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി DM, ലൈക്ക് ഇൻസ്റ്റയിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ആൻഡ് എനിക്കറിയാവുന്ന കാര്യം ഭയങ്കര ജെന്യുവിനായിട്ട് പറഞ്ഞതാണ്. ഞാനിങ്ങനെ ഫുൾ വെള്ളം പൂശി അതാണ് ഇവിടെ വരൂ അടിച്ചു പൊളിക്കുക അങ്ങനെയൊന്നുമല്ല. ഇതാണ് ഇവിടുത്തെ റിയൽ ഫാക്ട്സ്. ഞാൻ വന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും. എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെയാണ് എന്താ പറയുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു റിയൽ ലൈഫിലൂടെ കടന്നു പോകുന്നത്. ബട്ട് എന്തൊക്കെ കടന്നു പോയാലും പക്ഷേ സ്വീഡൻ എന്ന് പറയുന്ന കൺട്രി നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നല്ല കൺട്രിയാണ് അത് തന്നെ. ബട്ട് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡോണ്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ഒരു ഏജൻസിനെ ഒരിക്കലും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കുക. ആൻഡ് അന്വേഷിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പറയുക എന്ന ആൾക്കാരുടെ അടുത്ത് പറയാം. കാരണം ഒരു 3 years മുന്നേ വന്ന ആൾക്കാർ, അല്ലെ 4 years മുന്നേ വന്ന ആൾക്കാർ ഇവിടെ ജോബ് കിട്ടി സെറ്റിലായ ആൾക്കാരുണ്ട്. പക്ഷെ കറണ്ട് ജോബ് മാർക്കറ്റിനെ കുറിച്ച് നല്ലോണം അന്വേഷിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ എന്നെ കൊണ്ട് പറയാതൊക്കെ പറഞ്ഞു, എനിക്കറിയാതൊക്കെ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം റീഡു.